എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. 2026 ഫെബ്രുവരി മാസം അവസാനിച്ച് മാർച്ച് മാസം തുടങ്ങുമ്പോൾ സംസ്ഥാനത്തുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത്. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക്, റേഷൻ, ഗ്യാസ്, ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മറ്റ് അറിയിപ്പുകളെല്ലാം ഉണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, ഈ മാസം കൂടുതൽ ബാങ്ക് അവധികളുള്ള മാസമാണ്. 5 ഞായറാഴ്ചയാണ് ഈ മാസം വരുന്നത്. 4-ാം ശനിയാഴ്ചയും 2-ാം ശനിയാഴ്ചയും അവധിയുണ്ട്. ഇതിങ്ങനെ തന്നെ 7 അവധികൾ വരുന്നുണ്ട്. പിന്നെ ഈദുൽ ഫിത്തർ അവധി, പിന്നെ പ്രാദേശികമായിട്ട് നിരവധി ഉത്സവങ്ങൾ നടക്കുകയാണ്. ആ ഉത്സവങ്ങൾക്കെല്ലാം പ്രാദേശികമായിട്ടുള്ള അവധികൾ ഉണ്ടാകും. ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് തന്നെ 3-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ മുഴുവനായിട്ടും അവധിയാണ്. അങ്ങനെ ഓരോ പ്രദേശത്തും അവധികൾ ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം പ്രാദേശികമായിട്ടുള്ള അവധി ആ സമയങ്ങളിൽ അറിയിക്കുന്നതാണ്. മാർച്ച് മാസത്തെ ഗ്യാസ് വില നാളെ പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിക്കും. എല്ലാ മാസവും ആദ്യ ദിവസമാണ് പാചകവാതക വില പുതുക്കി നിശ്ചയിക്കാറുള്ളത്. വാണിജ്യ സിലിണ്ടർ വിലയിൽ മാറ്റം ഉണ്ടാകും എങ്കിലും ഗാർഹിക സിലിണ്ടർ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് 3-ാം തീയതി മുതൽ ആരംഭിക്കും. തിരുവനന്തപുരത്ത് മാത്രം 4-ാം തീയതി മുതൽ ആരംഭിക്കും. വൈദ്യുതി ബില്ലിൽ മാർച്ച് മാസത്തിൽ സർചാർജ് കുറയുമെന്ന് KCB അറിയിച്ചിട്ടുണ്ട്. ആധാർ കാർഡ് 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെയും 15 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെയും ആധാർ കാർഡ് ബയോമെട്രിക് ചേർക്കാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത് മാർച്ച് 31 അതിനു മുമ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുട്ടികളുടെ സ്കോളർഷിപ്പ്, പ്രവേശന പരീക്ഷകൾ ഉൾപ്പെടെയുള്ളവ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിരവധി അപേക്ഷകൾക്കും ഇത് പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ബയോമെട്രിക് ചേർക്കാത്ത കുട്ടികളുടെ ആധാർ കാർഡിൽ ബയോമെട്രിക് ചേർക്കുക. മാർച്ച് മാസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിന്റെ വിതരണം മാർച്ച് മാസത്തിൽ നടക്കും. കൂടുതൽ സാധ്യത കേരളത്തിൽ വെച്ച് വിതരണം ചെയ്യാനാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. മാർച്ച് 11 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നുണ്ട്. അന്ന് വിതരണം ചെയ്തിട്ടില്ല എങ്കിലും ഈ മാസം അതിന്റെ വിതരണം ഉണ്ടാകും. 9 കോടി കർഷകർക്ക് 2000 രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകും. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപ മാർച്ച് മാസത്തേത് നേരത്തെ വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈസ്റ്ററും വിഷുവും ഏപ്രിൽ മാസത്തിൽ വരികയാണ്. ഈ മാസം പെരുന്നാളും നടക്കുകയാണ്. ചിലപ്പോൾ ഒരു മാസത്തേത് അഡ്വാൻസ് ആയി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇലക്ഷൻ ഈ മാസം പ്രഖ്യാപിക്കും. ഏപ്രിൽ മാസത്തിൽ സംസ്ഥാനത്ത് നിയമസഭാ ഇലക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആനുകൂല്യങ്ങളൊന്നും താമസിക്കില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ 2ാമത്തെ ഗഡുവിന്റെ വിതരണവും ഈ മാർച്ച് മാസത്തിൽ 10-ന് ശേഷം നടക്കുന്നതാണ് എന്നുള്ളതാണ് വിവരം. കൂടുതൽ ആളുകൾക്ക് കഴിഞ്ഞ തവണ 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ലഭിച്ചപ്പോൾ ഇനി കൂടുതൽ ആളുകൾക്ക് 15 ലക്ഷത്തിലധികം ആളുകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ മാസത്തിൽ ലഭിക്കും എന്നുള്ളതാണ് വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വാട്സപ്പിന് സിം കാർഡ് നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ ഇത് നടപ്പിലാക്കും എന്നുള്ളതാണ് വിവരം. വാട്സപ്പ് മാത്രമല്ല, ടെലിഗ്രാം, സിഗ്നൽ, സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ്, ജിയോ ചാറ്റ് ഉൾപ്പെടെ സിം കാർഡിലേക്ക് OTP മുഖാന്തരം പ്രവർത്തിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും സിം കാർഡ് വെരിഫിക്കേഷൻ ഇടയ്ക്കിടെ നടത്തും. ഇത്തരം ആപ്പുകളിലൂടെയുള്ള തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. ഡിജിറ്റൽ ലാൻഡ് സർവേ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആധാരങ്ങൾക്കും ഡിജിറ്റൽ റവന്യൂ കാർഡ് വിതരണം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ അറിയിച്ചിട്ടുണ്ട്. അത് ഈ മാസം ഉണ്ടാകും. നേറ്റിവിറ്റി കാർഡുകളും മാർച്ച് മാസത്തിൽ വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ മാസത്തെ മറ്റു കൂടുതൽ അറിയിപ്പുകൾ വിശദമായി ഓരോ അപ്ഡേറ്റിലും നിങ്ങളെ അറിയിക്കുന്നതാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം.